മോനെ കാർത്തിക്, എന്താടാ ഒരു പോലീസ് ഓഫീസർ താടി വെച്ചിരിക്കുന്നു? ഇത് ഏത് സ്വാധീനത്തില്? ഞാൻ തന്നെ കൈകാര്യം ചെയ്യും. വാ. ഇപ്പോ എന്റെ ഈ വിസിറ്റ് തികച്ചും പേഴ്സണലാണ്. അതുകൊണ്ട് എനിക്ക് എസ്കോർട്ടും സെക്യൂരിറ്റി ഒന്നും വേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചു പോവാം. ഓക്കേ മാഡം. ഓക്കേ മാഡം. വാ. അമ്മേ, ഇതെന്താ? ചെമ്പകമംഗലം കുടുംബം മുഴുവനും ഉണ്ടല്ലോ എന്നെ സ്വീകരിക്കാൻ. ആഹാ, നല്ല തുടക്കം. എന്റെ മോള് ആരതിയുമായിട്ട് വന്നു. ചേച്ചി മോളെ, ചേട്ടാ വാ. വാ. സ്വന്തം കുടുംബത്തിലേക്ക് കയറി വന്നപ്പോ എന്തൊരാശ്വാസം. എല്ലാ ചങ്ങലകളും അഴിച്ചുവെച്ച് എല്ലാ പിരിമുറുക്കങ്ങളും മാറ്റിവെച്ചപ്പോ ആശ്വാസം മാത്രമല്ല, വല്ലാത്തൊരു സ്വാതന്ത്ര്യവും. ഇവിടെ നടന്നിട്ടുള്ള
ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അതൊക്കെ അതാത് സമയങ്ങളിൽ എന്റെ ചേച്ചി എന്നെ വിളിച്ചു പറയും. ജയറാം, ആ ചെറിയമ്മേ. നിനക്ക് സുഖമില്ലാത്തതല്ലേ? നീ ഇവിടെ വന്നിരിക്കേ. ആ ജഗദീഷേ. ഓ, എന്താ ഉണത്തമ്മേ? ആ എടാ, നിന്റെ ചേട്ടനൊരു കസേരയിട്ട് കൊടുക്ക്. അയ്യോ വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. സാവിത്രി, ആ നീ വാ. നീ ഒരു നല്ല കുട്ടിയായി മാറിയെന്നും ഒരു മാടപ്രാവിനെ പോലെ പറക്കുവാന്നൊക്കെ കേട്ടു. അതിനെന്തിനാ നീ കരയുന്നേ? സന്തോഷം വന്ന ഞാൻ പൊട്ടിക്കരയും ഓണത്തമ്മേ. അപ്പൊ സങ്കടം വന്നാലോ? പൊട്ടിച്ചിരിക്കും. ആ ഇവൾക്കെന്താ വല്ല കുഴപ്പമുണ്ടോ? ആ, കുറച്ച് ദിവസം മുൻപ് ചേച്ചിയുടെ തലേന്ന് ഒരു കിളി പറന്നു പോയായിരുന്നു. നീ പോടാ അവിടുന്ന്. ഏ ഞാൻ വന്നപ്പോ മുതല് ഒരാളെ പ്രതീക്ഷിച്ചിരുന്നു. അയാൾ എൻ്റെ അടുത്തേക്ക് വരുമോന്ന് ഞാൻ നോക്കുമായിരുന്നു. ആളിവിടെ തന്നെയൊക്കെ നിപ്പുണ്ട്, പക്ഷെ വരുന്നില്ല. അതാരാ? ഒരു ക്ലൂ തരാമോ രോഹിണി? എങ്കിൽ ആളിനെ ഞാൻ പറയാം. ഒരു ക്ലൂ. വൈഗമോളെയും ജഗദീഷിന്റെ മക്കളെയും കൂട്ടണ്ട. അല്ലാതെ തന്നെ ഈ തറവാട്ടിലെ ഏറ്റവും ചെറിയ പെൺതരിയാണ്. തൻ്റെടിയും തല്ലുകൊള്ളിയുമാണ്. ഇതന്നെ ചെറിയ പ്രതി. ഇത് തന്നെ പ്രതി. മിടുക്കി, എനിക്കിഷ്ടായി. ഓണത്തമ്മ എല്ലാവർക്കും സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വധൂവരന്മാരായ കാർത്തിക്കിനും മീനാക്ഷിക്കും. വധൂവരന്മാരോ? അവര് നവദമ്പതികളല്ലേ രോഹിണി? ആ കാര്യം പിറകെ പറയാം. മോളെ നന്ദിനി, എന്താ ചെറിയമ്മ? എനിക്കുള്ള മുറി ഏതാ? അത് ചെറിയമ്മയുടെ പഴയ മുറി തന്നെ. വന്നോളൂ. ജഗദീഷേ. ഓ, എന്താ ചെറിയമ്മേ? കാറിനകത്ത് എന്റെ പെട്ടികളൊക്കെ ഉണ്ട്. ഓ, ആരെങ്കിലും കൊണ്ട് നീ അതൊക്കെ ഇങ്ങ് എടുപ്പിക്കേ. ആ ശരി ചെറിയമ്മേ. ഇവിടെ എനിക്കൊരു ഓപ്പറേഷനുണ്ട്. അത് ഈ വരവിൽ ഞാൻ നടപ്പാക്കിയിട്ടേ പോവൂ. മതി. മീനാക്ഷി, എന്താ? നീയും കൂടി എന്റെ കൂടി ഇരുന്ന് ഫുഡ് കഴിക്കേ. എന്താ ഇരിക്കില്ലേ? നന്ദിനി മാലതി വിളമ്പിക്കഴിഞ്ഞ് അവരും നമ്മളോടൊപ്പം ഇരിക്കും. വാ, ഇവിടെ വന്ന് ഇരിക്കേ.
ജയറാമൻ ഇങ്ങനെ ഇരിക്കുമ്പോ വേദന വല്ലതും ഉണ്ടോ? ആ ഇല്ല ചെറിയമ്മേ. ഓ, അല്ല, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. അവൻ എന്തിയെ സാവിത്രി? രാമഭദ്രൻ ആ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ബോംബെക്ക് പോയിരിക്കുക. കുറേ ദിവസമായി. ഓ, എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം കുടുംബത്ത് വന്ന് എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാ. എന്നെ ആരും ക്ഷണിച്ചില്ല. ഞാനെന്തിനു മടിക്കണം? ഇടിച്ചു കയറി നോക്കാം. തോറ്റുകൊടുത്താലാ തലേ കയറ. മൈഥിലി ആഹാരം കഴിച്ചോ? ഇല്ല. മോളെ നന്ദിനി, ചെറിയമ്മ, ഗസ്റ്റുകൾക്ക് സാധാരണ എവിടെ ഇരുത്തിയാ ഭക്ഷണം കൊടുക്കാറ്? നമ്മള് കുടുംബാംഗങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ സ്വകാര്യമായ കാര്യങ്ങൾ പറയാനുണ്ടാവും. അവിടെ അന്യര് വന്നിരിക്കുന്നത് ശരിയല്ല. ഔചിത്യമുള്ള അതിഥികള് അങ്ങനെ ചെയ്യാറുമില്ല. ഞാനിവിടെ ഒരു അതിഥിയല്ല ഉണത്തമ്മ. പിന്നെ നീ ആരാ? ഞങ്ങളുടെ കാർത്തിമോന്റെ ജീവിതം തകർത്തിട്ട് കടന്നു കളഞ്ഞ നീ പിന്നെ ആരാ? ഈ കുടുംബത്തിന് അപമാനം വരുത്തി വെച്ചിട്ട് പോയി നിന്നെ ഞങ്ങൾ പൂവിട്ട് പൂജിക്കണം. അല്ല, എന്നെ കൊണ്ട് കൂടുതലൊന്നും നീ സംസാരിപ്പിക്കരുത്. എനിക്ക് നിന്നെ പോലുള്ളവരോട് സംസാരിക്കാൻ താല്പര്യവും ഇല്ല. ദേ, നിനക്കുള്ള ഭക്ഷണം ഞങ്ങൾ ആരെങ്കിലും നിന്റെ മുറി കൊണ്ട് തരും. നീ നിന്റെ കാര്യം നോക്കിപ്പോയേ. വല്ലപ്പോഴും കിട്ടുന്ന നല്ല നിമിഷങ്ങളാ. അത് ഇതുപോലത്തെ ശല്യങ്ങൾ വന്ന് തകർത്ത് കളയും. ഹാ, നീ അതങ്ങ് വിട്ടുകള രോഹിണി. ചിലപ്പോഴൊക്കെ ഇതുപോലുള്ള ഉപദ്രവങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. പോട്ടെ, നീ കഴിക്കേ. ആ, നിങ്ങളിരിക്കേ. ഞങ്ങൾ പിന്നെ കഴിച്ചോളാം ചെറിയമ്മേ. ആ, കാർത്തി, എന്താ മേമേ? ആ മർഡർ നടന്ന പോലീസ് സ്റ്റേഷനില് CCTV ഇല്ലേ? ഉണ്ട്. അതില് മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ജയറാമിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ ഇന്ദ്രജ കൊടുത്തതാണെന്ന് ആ കൊല്ലപ്പെട്ട പ്രതി സമ്മതിച്ചതല്ലേ? അതെ. അപ്പോ അവള് തന്നെയാ ഈ കൊലപാതകത്തിന്റെ പിന്നിൽ. നാളെ എനിക്ക് DGP കാണണം. കൂടെ ഞാനും വരുന്നുണ്ട്. ജഡ്ജിയായിട്ടൊന്നുമല്ല, നിന്റെ മേമയായിട്ട്. മാഡം, രോഹിണി മാഡം അല്ലേ? അതെ. മാഡം എന്ന് വന്നു? ഇന്നലെ. ഇരിക്കൂ മാഡം. പ്ലീസ് സിറ്റ് ഡൗൺ. ഞാനും കാർത്തിയും തമ്മിലുള്ള റിലേഷൻ കമ്മീഷണർക്ക് അറിയാലോ.
അറിയാം മാം. കാർത്തി എന്റെ ചെറുമകനാ. ഇതുവരെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു കറപ്ഷനും ഇല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥനാണ് ACP കാർത്തിക്. Am I right? ഓഫ് കോഴ്സ്. ഞാൻ ഇന്ന് ഇവനോടൊപ്പം സാറിനെ കാണാൻ വന്നത് എന്റെ ഔദ്യോഗിക പദവി വെച്ച് നിങ്ങളോട് ശുപാർശയ്ക്കൊന്നുമല്ല. അതാദ്യം തിരിച്ചറിയണം. അതൊക്കെ എനിക്കറിയാം മാം. മാഡത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും എന്നോട് പറയണമെന്നില്ല. കാർത്തികിനെ കുറിച്ച് സാറിന് ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെന്ന് ഇവൻ പറഞ്ഞെനിക്ക് മനസ്സിലായി. ഇവന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എന്റെ ഒരു സാന്നിധ്യം, അത് മാത്രമാണ് ഈ വരവിന്റെ ഉദ്ദേശം. മാഡം, അത് ACP കാർത്തികിന് ചാർജ് ഇല്ലാത്തൊരു കേസ്. ആ കേസിലെ പ്രതികളെ ചോദ്യം ചെയ്യാൻ കാർത്തിക് ആ സ്റ്റേഷനിലേക്ക് പോയി. ആ ക്രിമിനലുകളെ ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് മാത്രമല്ല, അവരെ പേടിപ്പിക്കാൻ വേണ്ടി സ്റ്റേഷനിലെ ഭിത്തിയിലേക്ക് കാർത്തിക് നിറയൊഴിക്കുകയും ചെയ്തു. സ്റ്റേഷനിൽ CCTV ഇല്ലേ? ഇതൊക്കെ എവിഡൻസ് അല്ലേ മാഡം? അതുമാത്രമാണ് തെറ്റിദ്ധാരണയ്ക്ക് വഴിവെച്ചത്. ചാർജ് ഇല്ലാത്ത കേസില് ഇവൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ ചെന്നത് തെറ്റ് തന്നെയാണ്. പക്ഷേ ആ കൊട്ടേഷൻ ക്രിമിനൽസ് അറ്റാക്ക് ചെയ്തത് കാർത്തിയുടെ സ്വന്തം അമ്മാവനെയാണ്. അത് സാറിനറിയാലോ. അതറിയാം മാഡം. ഇവൻ ചോദ്യം ചെയ്യാൻ പോയപ്പോ പ്രതികൾ ആരും തന്നെ അതിനകത്ത് കൊല്ലപ്പെട്ടിട്ടില്ല. കാർത്തിക് പോയി മണിക്കൂറുകൾക്ക് ശേഷമാണ് കൊട്ടേഷൻ കൊടുത്തത് ആരാണെന്ന് വെളിപ്പെടുത്തിയ പ്രതി സ്റ്റേഷനിൽ കൊല്ലപ്പെട്ടത്. കാർത്തിക് പോയതിനു ശേഷമുള്ള CCTV ഫുട്ടേജ് കൂടി എടുക്കണം. രാത്രിയിൽ ലോക്കപ്പ് മുറിയിലേക്ക് പുറത്തുനിന്ന് മറ്റാരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. എന്നിട്ട് വേണം കുറ്റം ചെയ്തത് ആരാണെന്ന് തീരുമാനിക്കാൻ. ഞങ്ങൾ അതൊക്കെ പരിശോധിക്കുക മാഡം. ഇതിൽ രസകരമായിട്ടുള്ളത്, കാർത്തിക് ക്വസ്റ്റ്യൻ ചെയ്ത് പോയതിനു ശേഷം മിനിറ്റുകൾക്ക് ശേഷം അവിടുത്തെ CCTV തകരാറിലായി. അപ്പൊ തന്നെ കാര്യം DGPക്ക് മനസ്സിലായില്ലേ? ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ കോൺസ്പിറൻസി നടന്നിട്ടുണ്ട്. തീർച്ചയായും അത് തന്നെ എന്റെയും നിഗമനം. പിന്നെ കാർത്തിക് കുറ്റം ചെയ്തുവെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല, ഞാൻ വിശ്വസിക്കുന്നുമില്ല. എവിഡൻസുകൾ ഇയാൾക്കെതിരായപ്പോ ഞാനൊന്ന് വാൺ ചെയ്തു, അത് സത്യമാണ്. ഈ കേസിൽ ജയറാമിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് ഇന്ദ്രജയാണെന്ന് ഒന്നാം പ്രതി പറഞ്ഞു കഴിഞ്ഞു. ആ പ്രതിയുടെ നാവും ശരീരവുമാണ് പിന്നീട് നിശ്ചലമായത്. അവനത് കോടതിയിൽ പറയരുതെന്ന് ആർക്കാണ് ഇത്ര നിർബന്ധം? അവനെക്കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച ഇന്ദ്രജയ്ക്ക് തന്നെ. അതായിരിക്കില്ലേ സത്യം? ആ വഴിക്ക് തന്നെയാണ് മാഡം ഞങ്ങൾ നീങ്ങുന്നത്. പക്ഷേ അവരിലേക്ക് ഈ കേസ് ചെന്നെത്തണമെങ്കിൽ അവർക്കെതിരെയുള്ള എവിഡൻസുകൾ കൂടി ഞങ്ങൾ കണ്ടെത്തണം. അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അതുമാത്രമല്ല, കാർത്തിക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആളല്ലെന്ന് ഡിപ്പാർട്ട്മെന്റിന് പൂർണ്ണമായിട്ടും അറിയാം. എനിക്കൊന്നേ പറയാനുള്ളൂ. എത്രയും പെട്ടെന്ന് കുറ്റവാളിയെ കണ്ടെത്തുക, അറസ്റ്റ് ചെയ്യുക. കാർത്തികിന്റെ പേരിലുള്ള തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുക. ഞങ്ങൾ ഈ ക്രൈം ചെയ്ത ആളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മാഡം. രഹസ്യമായിട്ടുള്ള നീക്കങ്ങളാണ്. പ്രതികളെ ഉടൻ നമ്മൾ അറസ്റ്റ് ചെയ്യും. മാഡത്തിന് ഞാൻ ഉറപ്പ് തരുന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഞാൻ ഇറങ്ങാം. ശരി മാഡം. വാ. നമ്മുടെ തറവാടിന്റെ മുറ്റം എന്താടാ മോനെ, ഇങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത മട്ടിൽ കിടക്കുന്നേ? എന്ത് പൂന്തോട്ടമായിരുന്നു ഇവിടെ, അതെല്ലാം നശിച്ചു. നന്ദിനി ഇങ്ങോട്ടൊന്നും ഇപ്പൊ ശ്രദ്ധിക്കാറില്ലേ? ദേവമ്മയായിരുന്നു എല്ലാത്തിന്റെയും മേൽനോട്ടം. പിന്നെ ഇവിടെ എപ്പോഴും പ്രശ്നങ്ങളല്ലേ, ദേവമ്മയും അടുത്തു. എന്റെ മേമ വന്നില്ലായിരുന്നെങ്കിൽ
ശരിക്കും ഞാൻ ആ കമ്മീഷണറുടെ മുന്നിൽ പെട്ടുപോയനെ. എന്റെ ജോലി പോലും തെറിക്കുന്ന ഒരു കേസായിരുന്നു ഇത്. ധൈര്യമായിട്ടിരിക്കടാ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നീ അനീതി അക്രമം ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിന്നോടൊപ്പം വരില്ലായിരുന്നു. നീ യാതൊരു കറപ്ഷനും ഇല്ലാത്ത സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. 2 കൊട്ടേഷൻ ക്രിമിനലുകളെ പോലീസുകാരെ ക്വസ്റ്റ്യൻ ചെയ്തു. അത് നിന്റെ ഡ്യൂട്ടി, പ്രൊഫഷനോടുള്ള നിന്റെ കമ്മിറ്റ്മെന്റ്. ആ ക്രിമിനലുകള് നിന്റെ അമ്മാവനെ കൊല്ലാൻ കൊട്ടേഷൻ എടുത്തതാണെന്നുള്ള കാര്യം സെക്കൻഡറി. ആ ക്രിമിനലുകളിൽ ഒരാള് ഇന്ദ്രജയുടെ പേര് പറഞ്ഞതിന് ശേഷമല്ലേ കൊല്ലപ്പെട്ടത്. അപ്പോ 100% ഇതിലൊരു കോൺസ്പിറൻസി ഉണ്ട്. ഇന്ദ്രജ തന്നെയാണ് ഇതിന്റെ പിന്നിൽ, നോ ഡൗട്ട്.